ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. രാജ്യത്തെ ആരോഗ്യരക്ഷാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടർച്ചയായ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 10ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഡോക്ടർമാരോട് മോശമായി പെരുമാറിയ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ജമ്മുകശ്മീരിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും. ഒക്ടോബർ 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജിതമാക്കി. ഇന്ന് ഹരിയാനയിൽ വിജയ് സങ്കൽപ് യാത്ര നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുരുക്ഷേത്രയിലെ താനേസറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നാളെ ഫരീദാബാദിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റു. 2023 ഫെബ്രുവരി മുതൽ അദ്ദേഹം വ്യോമസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഇന്ന് സ്ഥാനമൊഴിഞ്ഞ എയർ ചീഫ് മാർഷൽ VR ചൌധരിയുടെ പിൻഗാമിയായാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രത്തിന്റെ 1ാംഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കല്യാശ്ശേരിയിൽ നിർവഹിക്കും. പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്ര സംഘാതന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2-ന് തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 9 ജില്ലകളിലെയും തീരപ്രദേശങ്ങളിലും മാഹി, ലക്ഷദ്വീപ് കടൽത്തീര പ്രദേശങ്ങളിലും മൈ ഭാരത് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. മയക്കുമരുന്ന് കേസുകളിൽ എത്രയും വേഗം ചാർജ് ഷീറ്റ് നൽകാനും രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്താനും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശിച്ചു. പോലീസ് ആസ്ഥാനത്ത് നടന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. ബാങ്കോക്കിൽ നിന്നും 2 കോടിയിലേറെ രൂപയുടെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന യുവാവ് കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനനാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. 9 പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചോക്ലേറ്റിനും മറ്റു ഭക്ഷ്യവസ്തുക്കളോടുമൊപ്പം ഒളിപ്പിച്ചാണ് 4238 ഗ്രാം കഞ്ചാവ് കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് 2 കോടിയിലേറെ രൂപ വില വരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. ഈ വർഷത്തെ ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി ഉച്ചകോടിക്ക് ദുബായിൽ ഇന്ന് തുടക്കമായി. ഉച്ചകോടിയിൽ 1500-ലധികം വ്യവസായ പ്രമുഖർ, 110-ലേറെ വിശിഷ്ട അതിഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ ഭാവിയിൽ നിക്ഷേപിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗത്തിൽ നടത്തിയ 6 അപൂർവ ഹൃദയ ശസ്ത്രക്രിയകൾ വിജയം. ജന്മന ഹൃദയത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾക്കാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഫലപ്രദമായ ചികിത്സ നൽകിയത്. അപൂർവ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ മുഴുവൻ സംഘത്തെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതാദ്യമായാണ് ഈ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. മസ്തിഷ്ക ജ്വരം സംശയിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നിർണ്ണയിക്കാനുള്ള പരിശോധന കൂടി നടത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ കൂടുതലായി സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അനന്തപുരിയിലെ നവരാത്രി പൂജയോടനുബന്ധിച്ച് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നാളെ പത്മനാഭപുരത്ത് നിന്ന് ആരംഭിക്കും. ശുചീന്ദ്രം സ്ഥാണുമാലയൻ ക്ഷേത്രത്തിൽ നിന്ന് 300 ദേവിയുടെ തിരുവനന്തപുരത്തേക്കുള്ള എഴുന്നള്ളത്ത് ഇന്ന് രാവിലെ ആരംഭിച്ചു. ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീം എന്ന റെക്കോർഡ് നേട്ടമാണ് ഇന്ത്യയ്ക്ക് സ്വന്തമായത്. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 233 റണ്ണിന് മറുപടിയായി 10.1 ഓവറിൽ 100 റൺ നേടിയാണ് ഇന്ത്യൻ ടീം ചരിത്രത്തിന്റെ ഭാഗമായത്. ഇന്ന് കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺ നേടിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 285 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗോടെ ഇന്ന് രാവിലെയാണ് 4ാം ദിനം കളി പുനരാരംഭിച്ചത്. ISL ഫുട്ബോളിൽ നാളെ ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിൽ അവസാനിച്ചു. കേരളത്തിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.